चांदनी कोई आइटम्स नहीं करता है साहब अभी कुछ फायदा नहीं साहब ഇയാൾ ഈ പറയുന്നത് ശരിയാണോ അച്ഛാ? അതെ സാബ്, ഈ ആന ഇപ്പൊ ഒന്നും കാണിക്കുന്നില്ല. കള്ളം പഠിച്ചുപോയി. ആ കുട്ടിയാന എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇത് എപ്പോ നോക്കിയാലും ആ കൊമ്പന്റെ അടുത്ത് തട്ടിയും മുട്ടിയും മണപ്പിച്ച് നിൽപ്പാണ്. ഇതിനിവിടെ നിർത്തുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തിനാ ഇതിനെ കെട്ടി വലിച്ച് ഓരോ സ്ഥലത്തും കൊണ്ടുവന്നത്? ലോറിക്കൂലി പോലും വേസ്റ്റ് അല്ലേ? അതെ സാബ്, ഇതിനെ ഇവിടെ നിർത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് ഇതിനെ അങ്ങ് വിറ്റ് കളയാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇവിടെ ആകുമ്പോ ആരെങ്കിലും വാങ്ങും. കിട്ടുന്ന വിലക്കാൻ കൊടുത്തേരെ. എങ്ങോട്ട്? രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു. അത് ഓടി വന്നാ ഇതിനുള്ളിൽ ഒന്ന് നോക്കി ആനയെ കൊടുക്കാനുള്ള പരതം കിട്ടിയ ഉടനെ ഇതേക്ക് ഓടി പോന്നാണ് ഞാൻ. വേഗം പോയി ഷർട്ടടി. അറിഞ്ഞ സ്ഥിതിക്ക് ഉടനെ പോണെന്ന്. ഇപ്പഴാ പോയി ഷർട്ടടി. നിന്റെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. നേരല്ല ഷർട്ട് കയ്യിൽ ഗൗരവം മനസ്സിലാവില്ല. നീ ആരുടെ കാര്യം പറയണേ? നിന്റെ അച്ഛൻ ചത്ത കാര്യമല്ല പറഞ്ഞത്, ആനേനെ വാങ്ങണ കാര്യ. ഇയാളെ മറ്റേ നോക്കിയാണോ? പറഞ്ഞ പകിട്ടൊന്നും ഞാനക്കില്ല. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കച്ചവടത്തിന് വന്നാലേ തർക്കിക്കുന്നില്ല. ഞങ്ങളൊരു തുക അങ്ങോട്ട് തരും, അത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഇപ്പൊ നേരെ ആ കാശ് കൊടുക്കും. ഇയാൾ എന്ത് പൂരം കണ്ടാ നിൽക്കണ്ടേ? ആ കാശ് കൊടുക്കൂന്ന്. പിന്നെ എന്റെ ബ്രോക്കറേജ് അത് നിങ്ങളുടെ ഇഷ്ടം. ഇതാ 29,000 ഉറുപ്പ്യുണ്ട്. ഇത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഈ തുകയ്ക്ക് നടക്കില്ല. ये दाम को दे देंगे क्या? वो बहुत कम हो गया. अच्छा, ഈ വിലക്ക് കിട്ടില്ല. നിങ്ങൾ പോയിക്കോ. സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത കാശാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ പറയുന്നത്. ആനയെ കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ അകത്താവും. പാവം ഉള്ളേ പോകുമ്പായി. ഇതിന് സമ്മതിക്കും സാറേ. അതെ. ഏയ്, അത് ശരിയാകില്ല. എന്റെ കയ്യിൽ ഇനിയുള്ളത് 240 ഉറുപ്പ്യ 50 പൈസ. ഇതങ്ങോട്ട് വാങ്ങൂ സാറേ. വാങ്ങിക്കൂ സാറേ, പാവം കുടുംബം പോറ്റുന്ന മനുഷ്യനാ. ശരി, കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ലോൺ എടുത്തെന്നൊക്കെ പറയുന്നതുകൊണ്ടാ സമ്മതിക്കുന്നത്. ബൈ. ദേദോ. നമസ്തേ. ഇതിന്റെ ഒരു കോലം കണ്ടില്ലേ? വെള്ളം കണ്ടിട്ട് നാള് കുറെ ആയിന്ന് തോന്നണേ. പാടി ബാ. ആനയെ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ രാഘവൻ നായർ ആനയെ വാങ്ങി തന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചതിലും കുറഞ്ഞ വിലക്ക് ആനയെ കിട്ടിയോ? എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇത് നല്ല ഐശ്വര്യമുള്ള ആനയാണ് അയ്യപ്പൻ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണമെങ്കിൽ ദിവസം കുറെ പിടിക്കും. എന്തിനാ മനുഷ്യക്കോലാക്കണ്? അത് ആനയുടെ കോലത്തിൽ തന്നെ നോട്ടെ. താൻ അവിടെ ഇരുന്ന് പ്രസംഗിക്കാണ്ട് ഒന്ന് തേച്ച് തന്നെ. അതൊന്നും എന്റെ പണിപ്പെട്ടതല്ല. ചീപ്പ് റേറ്റിന് ഒരു ആനേനെ മേടിച്ചത് ഇത് തേച്ചും തരാ ഞാൻ. അതൊക്കെ പാപ്പാമാരെ പണിപ്പെട്ടതാ. പാപ്പാനാ? വേഗം തേച്ചൂടിയേ. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആളെ വിട്ടിരിക്ക. ആനയെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തുമെന്നും പറഞ്ഞിട്ട്. പരശുരാമ ചെയ്തോളൂ. പരശുരാമ കർമ്മം ചെയ്യൂ. അർത്ഥേന്ദ്ര നിമിഷം പരാഗപറ്റം ഏവം ധൂർധൂര വിവം കാന്തിയേവം അർത്ഥേന്ദുബിംബം സുഖസുപ്തിയാമം ഏവം ഇവം വിനായകം പ്രീതിം പ്രാപ്തിപരാഹം ഇവം വർണ്ണോ. എല്ലാവരും ഒതുങ്ങിയേക്ക്. ഇങ്ങനെ തിങ്ങി കൂടി ആനക്കിട്ട് കാറ്റിട്ടുണ്ട്. ആന ദൂരം ഒന്നാലും കാണാം. കുറച്ചങ്ങോട്ട് മാറി. നമ്മൾ വാങ്ങിയ ആനയല്ലേ? നിങ്ങളല്ലേ പറയണത്? അച്ഛാ, ഈ ആന ആണാണോ പെണ്ണാണോ? ഇത് പിടിയാനേ മോളെ. ആണാണെങ്കിൽ കൊമ്പ് കാണില്ലേ? ഇത് കൊമ്പല്ലേ അച്ഛാ? ഇത് പല്ല. എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും. കൊമ്പനാനയാണെങ്കിൽ വലിയ കൊമ്പുണ്ടാവും. ഇവളുടെ പേരെന്താ അച്ഛാ? അയ്യോ, അച്ഛൻ അത് ചോദിച്ചില്ലോ മോളെ. നമുക്ക് പുതിയ പേരിട്ടളയാം. അത് തന്നെ. നോക്കൂ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. മരിച്ചുപോയ എന്റെ അമ്മയുടെ പേരിടാം, നാരായണി അമ്മന്ന്. ആരെ കാണുമ്പോഴെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്നും ഓർക്കാലോ. അതൊക്കെ പഴഞ്ചൻ പേരല്ലേ. നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ? മോള് എന്നൊരു നല്ല പേര് പറ. ഡിംപിൾ കബാഡിയ. പറ്റൂടോ? അതൊന്നും ആനക്ക് പറ്റിയ പേരല്ലാന്ന്. വേറെ വല്ലതും ഉണ്ട്? രതി അഗ്നിഹോത്രി. എന്തുഹോത്രി? രതി അഗ്നിഹോത്രി എന്ന്. അയ്യപ്പനാർക്ക് വല്ലതും മനസ്സിലായോ? വല്ല കുഴപ്പമുണ്ടാവും അച്ഛൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വൃത്തിയായിട്ട ഭാഷയൊക്കെ പറയുന്നേ.
തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേർക്ക് പറയാൻ പറ്റിയ ഭാഷയാണ് ഇത്. ചേച്ചി ഇവിടെ കൊടു- ചേച്ചി എന്റെ കയ്യിൽ നല്ലൊരു പേരുണ്ട്. മോൻ പറഞ്ഞിട്ട്. മിസ് ഫമീല. ആ, നല്ല പേര്. നല്ല പേരാ. ആനയ്ക്ക് പറ്റിയ പേരാ. ആശാനെ ഇല്ലെങ്കിൽ ഞാൻ വേറെ നല്ല പേരുകളെല്ലാം പറയാം. മനുഷ്യനും ഇവിടെ ഒന്നോട്ടോ. മോളെ നിനക്ക് ഞാൻ എന്ത് പേര് ഇടണ്ടേ? ആ. നോക്കൂ, ഞാനൊരു പേര് പറയട്ടെ. എന്നാ പറ. ശ്രീവിദ്യ. എന്താ? ശ്രീവിദ്യ. ശ്രീവിദ്യ. ഉം. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ആനയ്ക്ക് പറ്റിയ പേര് തന്നെ, ശ്രീവിദ്യ. ചേച്ചി നല്ല പേര്, സമ്മതിച്ചിരിക്കുന്നു. ഞാനും ആ പേര് പറയണമെന്ന് എന്നെ വിചാരിച്ചില്ല. നോക്കൂ, നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കട്ടാ. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കി. അച്ഛാ, ഇത് എന്ത് പറ്റി അച്ഛാ? എനിക്കൊന്നും അറിയില്ല മോളെ. ആനയെ ഇടത്തിയാനെ, ആനയെ വലത്തിയാനെ. എന്റെ പൊന്നാനെ, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയോ? ഇനിയിപ്പോ ഈ ആന പൊട്ടിയാണോ? നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയില്ല മാധവി. നോക്കൂ, നോക്കൂ. അപ്പൊ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? ഈ ആന എന്താ ഒന്നും അനുസരിക്കാത്തെ? എനിക്കൊന്നും അറിയില്ല. ആന മുഖം വീർപ്പിച്ച് നിക്കണ കണ്ടാ തോന്നും ഞാൻ ഏതാണ്ട് ആനയുടെ ഇന്ന് 10-25,000 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ്. അതൊന്നും അല്ലെന്നേ, നാട്ടുകാരുടെ കണ്ണായിരിക്കും. അത് ഈ ആന ഒന്നും അനുസരിക്കാത്തെ. ഒരു അനക്കമില്ലാണ്ട് നിക്കണേ കണ്ടില്ലേ? ഇങ്ങനെ ഉണ്ടോ ഒരാന? ഇനിയിപ്പോ സ്ഥലം മാറ്റി തളച്ചുകൊണ്ടായിരിക്കോ? ഏയ്, അതും അല്ലെന്നേ. പിന്നെ ഞാൻ പറയട്ടെ? പറയടി. പറയട്ടെ? പറയാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുവാണെങ്കിൽ ഇപ്പൊ പറയാൻ മനസ്സില്ല. അന്നങ്ങോട്ട് ചെല്ലി. ആ. കല്യാണം കഴിഞ്ഞ് അന്നോട്ടുള്ളത് അതൊക്കെ വേണ്ട. ഉം. ഇനി വേണ്ട. ഉം, ഉം. ആഹാ. ആ. ഉം. മാധവി പറയടി. അസൂയക്കാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആനയെ മേടിക്കാൻ പോണൂന്ന് പറഞ്ഞപ്പോഴേ ആ കിഴക്കയിലെ ദേവയാനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലണ്ടായി. ആ നരകത്തിന് എനിക്ക് പണ്ടേ അറിയാം. മോള് ശരിയാ, തള്ളയും ശരിയാ. ഓ, പിന്നെ ഹാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ആ വെളിച്ചപ്പാടിനെ ഒന്ന് കൊണ്ടുവന്നാലോ? അമ്മേ, ദേവി, മഹാമായേ, മഹാമായേ, ഭഗവതി, അമ്മേ, മഹാമായേ, വാനെ, ആനെ വരാൻ, വാനെ, ഇങ്ങോട്ട് വരാൻ. അതെ, എന്തോ കുഴപ്പമുണ്ട്. ഇന്ന് തന്നെ ഗണപതി കോവിലിൽ ഒരാനരൂപം നേർന്നേക്ക്. 1 മാസത്തിനകം എല്ലാം ശരിയാവും. 1 മാസം? അതെ, എന്തോ കുഴപ്പമുണ്ട്. ആശാനെ, കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ആനയ്ക്ക് മലയാളം അറിഞ്ഞൂടാത്തോണ്ടാ ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു. ഏത് മാനേജർ? സർക്കസിലെ മാനേജർ. വിളിച്ച പടം അങ്ങോട്ട് മാറിയിരുന്നട്ടെ. ഹിന്ദി ആനയാവേ? കുറെ ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട്. അഗത് എന്ന് പറഞ്ഞ ആന ഇങ്ങോട്ട് വരും. എന്തോന്ന്? അഗത്. ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. എന്താ പ്രശ്നം? അകത്ത്. ആ, ആ. വിദ്യേ, അഗത്, അകത്ത്, അകത്ത്. അഗത്, വിദ്യ, അകത്ത്. അയ്യോ, ആന വരുന്നു. കണ്ടാ? കണ്ടാ? ഞാൻ പറഞ്ഞില്ലേ? അഗത്. അയ്യോ, എന്റെ മോളെ. എന്റെ വിദ്യ, അകത്ത്. അയ്യോ, അച്ഛൻ എവിടെയൊക്കെ നോക്കിട്ടാ ഇത്രയ്ക്ക് ലക്ഷണോത്തര ആനയെ കിട്ടിയെന്നറിയോ? ആ, ഇനിയിപ്പൊ നിനക്ക് സുഖമാ. ടൈപ്പിന് പോകുമ്പോ അച്ഛൻ്റെ കൂടെ ആനപ്പുറത്ത് പോകുമല്ലോ. ഓ, പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാ. ഓ, എന്താ പോരെ? ദാ വരുന്നുണ്ടല്ലോ. ആ, ആനയെ കൊണ്ടുവന്നെന്നറിഞ്ഞപ്പോ പട്ടയും കൊണ്ടാ വരവ്. വാ, നമുക്ക് അകത്തേക്ക് പോവാം. നിന്നെ നിക്കാൻ കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെന്താ ഒഴിഞ്ഞു മാറും? ഓ, ഒത്തിരി കഴിക്കും. അന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാഷ തല്ലിയില്ലേ, അന്നേ ഞാൻ വെറുത്തതാ. സംസ്കാരമില്ലാത്ത ജന്തു.
എങ്ങനെ അറിഞ്ഞെന്റെ വാസുവേ? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയില്ല അമ്മായി. അല്ല, അവളെന്താ എന്നെ കണ്ടപ്പോ അങ്ങ് അകത്ത് കയറി പോക്കണം? അവിടെ കൂടെ ആ സുഗറി ഉള്ളത് കൊണ്ടായിരിക്കും. നോക്കൂ നോക്കൂ, നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. ഇത് കണ്ടോ? ആനയും കൊണ്ട് വരണേന് മുമ്പേ പട്ടയം കൊണ്ട് വാസു ഇങ്ങെത്തി. ആനയ്ക്ക് എന്തൊക്കെയാ അമ്മാവ തീറ്റ? സിമെന്റും കമ്പിയും. ആനയ്ക്ക് എന്താ തീറ്റ വേണ്ട വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നീ നിന്റെ പണി നോക്കി പോട ചെക്ക. ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ? ഒരാന വന്നപ്പോഴേക്കും എല്ലാരും കണ്ടുകൂടണ്ട. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല, ഇവൻ എനിക്ക് കണ്ടുകൂടാ. അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ടാ ഇവന്റെ കച്ചവടം പൊളിഞ്ഞു എന്ന്. എന്തായാലും ഇവന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതിന് ചേർന്ന പോലെ നീയും നോക്കൂ നോക്കൂ. നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? എന്റെ ആങ്ങളയുടെ മോനാ ഇവന്. നിങ്ങൾ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല.